ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ കാലമായി സുഹൃത്തുക്കളെ നമ്മുടെ വ്ളോഗ് ചെയ്തിട്ട്. അപ്പം ഇന്ന് നമ്മളൊരു വ്ളോഗ് ചെയ്യുകയാണ്. എന്നൊരു പെട്ടെന്ന് ഇപ്പോൾ ഒരു മൂഡ് കയറിയതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇതെന്ത് വ്ളോഗാണെന്ന് എന്നോട് ചോദിക്കുന്നത് എനിക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ആശ്രം ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മൾ ആശ്രം ചേട്ടൻ്റെ കൂടെ ഒരു സൈറ്റ് വരെ പോവാണ്. അപ്പോൾ അങ്കമാലിയിലാണ് നമ്മുടെ സൈറ്റ്. ഞാനിപ്പോൾ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കളമശ്ശേരിയിൽ നിന്ന് ഇന്ന് ചെറിയ രീതിയിൽ ലീവാക്കി. തീരെ വയ്യ, തൊണ്ടയ്ക്കൊന്നും വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ലീവാക്കി. നാളെയും കൂടെ ഉള്ളൂ, നാളെ ലാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് ലീവ് എടുത്തു. അപ്പോൾ ഇവരൊക്കെ വന്നു. ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഇന്നലെ റൂമൊക്കെ എടുത്ത് അവിടെ ഫുള്ള് റൂം എടുത്തിട്ട് ഞങ്ങൾ പുറത്തു കൂടെ തെണ്ടി കിടന്നു. ഒരു 5 മണിയായപ്പോൾ വന്ന് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ സൈറ്റിലെത്തി സുഹൃത്തുക്കളെ. എത്ര വട്ടം എത്തിയില്ലേ ഒരു സൈറ്റിലേക്ക് വണ്ടി കയറിയാണ് സുഹൃത്തുക്കളെ. ഞാൻ ക്യാമറ തിരിക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, മഴ കാരണം സൈറ്റ് ഭയങ്കര ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ബുള്ളറ്റുകാരൻ വരുന്നുണ്ട്. ബുള്ളറ്റുകാരം ദാടിക്കാരം പുള്ളി പേടിച്ചു പാവുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ സൈറ്റിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇറങ്ങി വണ്ടി ഇവിടെ നിർത്തി. ആ കാണുന്ന പച്ചനെറ്റിട്ട സ്ഥലമാണ് നമ്മുടെ സൈറ്റ്. അപ്പോൾ ഞാനിവിടെ എത്തി. ഇപ്പോൾ ഞങ്ങൾ പതിയെ ഇവിടെ വന്നിരിക്കുന്ന പരിപാടി പറഞ്ഞാൽ ഒരു തെങ്ങയിൽ CCTV ഇരിപ്പുണ്ട്. അത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതാ കാണിച്ചു തരാവേ. അതാണ് സുഹൃത്തുക്കളെ, അതാണ് നമ്മുടെ CCTV. അതാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ എടുക്കും അത്. അപ്പോൾ സെറ്റാണ്, സീനില്ല, നോ ടെൻഷൻ. അപ്പോൾ നമ്മൾ എന്തായാലും അത് എടുത്തിട്ട് ബാക്കി. ഓക്കെ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഒരു കൊടയിൽ 3 പേര് സൈറ്റിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ കേരളം കാണേണ്ട കാഴ്ചയാണിത്. ഇത് പിടിച്ചാൽ നിങ്ങൾ, ഞാൻ ഒരു കോടാട് ചോദിച്ചിട്ട് തരാം. ഇത് പിടി. ഹലോ കോടി വ്ളോഗിലാ ഓണ. നീ കൊട പൊക്കല്ലേ? ഹലോ ഗായ്സ്. അപ്പൊ പറഞ്ഞോ താങ്ക് യു. ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ ആ മേലെ ഇരിക്കുന്ന ക്യാമറ നമ്മൾ അയക്കേണ്ടത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ കയറാൻ പോവാണ്. അല്ല എങ്ങോട്ടാണ്? ഞാൻ ആകെ അടിക്കും. സൂപ്പറാ. നീ ശ്രദ്ധിച്ച് കയറിയാൽ മതി, കയറാൻ പറ്റുമെങ്കിൽ. കട്ട് ചെയ്ത് നെൽത്തോട്ട് ഇടല്ലോ കേട്ടോ, ക്യാമറയ്ക്ക് വിലയുള്ളതാ. അവിടുത്തെ എത്തേ, അത് കട്ട് ചെയ്താൽ മതി. ആ വള്ളി കട്ട് ചെയ്യും. കയറ് മുറിച്ച ആ കെട്ടടിക്കാൻ പറ്റുമോ? ആ കെട്ടിന്റെ അവിടെ കട്ട് ചെയ്തോ? വയറ് മുറിക്കല്ലേ? എവിടെയും പിടിക്കാ. ഒരു കാര്യം കൊണ്ട് ചവിട്ട്, അടുത്ത സ്റ്റെപ്പിൽ ചവിട്ട്. മേലത്തെ സ്റ്റെപ്പ് ഇളകരുത് കേട്ടോ. വീണ്ടും പറയാം കേട്ടോ, മാറണം. പണി കണ്ട പണി അടച്ച് പേര് അങ്ങോട്ട് മാറും. ജോസേ മിണ്ടാണ്ടിരിക്കേ. അതല്ലേ ഇവിടുത്തെ നോക്കിയാൽ കറണ്ട് ഉണ്ട് കേട്ടോ, നോക്കിയും കണ്ടും പിടിക്കണേ. അതെ, കറണ്ട് ഓഫ് ചെയ്യാൻ മറന്നു പോയി. അതെ, അയച്ചോ.
കണക്ഷൻ അല്ലേ? അതെന്ത് ചെയ്ത് വെച്ചേന്? വെയിറ്റ് ചെയ്തോ. ഓക്കെ എടാ തിരിച്ച് ഇപ്പുറത്തോ. എടാ താഴെ ഒരു കാര്യം. മഴ അനുഭവല്ലേ. സക്സസ്ഫുള്ളി ക്യാമറ എടുത്തു. മൈക്കുള്ള ക്യാമറ ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ CCTV എടുത്തു. CCTV ഡിക്കിയിലെടുത്തു. സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് CCTV എടുത്തു. ഇനി അടുത്തായിട്ട് നമ്മൾ പോകാൻ പോണ് CCTV നന്നാക്കണ കട എവിടെയാണ്? 3 കിലോമീറ്റർ. അപ്പൊ 3 കിലോമീറ്റർ എന്താണ് ജ്യോതിഷ് പറ ജ്യോതിഷ് എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര സമയമാണ് കാണിക്കണേ? 12 ആകുമ്പോൾ സുഹൃത്തുക്കളെ നമ്മള് CCTV നന്നാക്കുന്ന സ്ഥലത്തും അപ്പൊ നമ്മളങ്ങനെ പോയിട്ട് സാധനം നന്നാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഇനി മരത്തിൽ കയറുന്ന സാഹസിക പരിപാടികളൊന്നുമില്ല. ഒരു കോലുമ നിർത്തിയിട്ട് പൊക്കി വെക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി അല്ലേ? പോലെ ഹാപ്പിനെസ്. താങ്ക്സ്. ഇത് വെറുതെ എടുത്ത് വെക്ക. ഇല്ല, നമ്മള് വ്ലോഗ് ചെയ്യേ. എടാ ഞാൻ സെൽഫി ക്യാമറ വെച്ചിട്ടാണ് എത്ര നേരം തിരിച്ചു പിടിച്ച്. എന്തല്ലേ എന്തൊരു കുഴപ്പമായി. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആക്കിയപ്പോ ബ്ലാക്ക് കളറ്. അപ്പൊ നിങ്ങളുടെ മുഖമൊന്നും വന്നിട്ടില്ല ശരിക്കട്ടോ. പോട്ടെ സാറല്ല. അപ്പൊ നമ്മള് CCTV ഓഫീസ്. അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഡിക്കിന്ന് സാധനം എടുക്കുന്നുണ്ട്. എടുത്തെടുത്ത് അശ്വിൻ കുനിഞ്ഞ അതാണ് അശ്വിൻ ചേട്ടൻ. നമ്മൾ സാധനം എടുത്ത് പോവാണ്. അപ്പൊ നമ്മള് അപ്പൊ ഗായ്സ് ഇതാണ് നമ്മൾ അങ്കമാലി ടൗണിലാണുള്ളത്. ഇവിടെ എങ്ങനെ 360 ഡിഗ്രി ചോദിക്കാം. ചേട്ടാ ഈ ക്യാമറ നന്നാക്കുന്നിടത്ത് ഇങ്ങനെ കയറുക മേളിലോട്ട് എങ്ങനെ അവിടെ. അപ്പൊ ഗായ്സ് ഇവിടെയാണ് സ്റ്റെപ്പ്. ഗായ്സ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുകയാണ്. 1 2 3 4 5 6 7 ബാക്കി എണ്ണ വയ്യ. ഗായ്സ് നമ്മളിങ്ങനെ പോവുകയാണ്. അവിടെ ടേസ്റ്റി പോയിന്റ് ഹോട്ട് ചിപ്സ് ആണ്. നോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഈ ചേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ബാക്കി നമുക്ക് പ്രൊമോഷനൊക്കെ ചെയ്ത് എന്തെങ്കിലും പൈസ കുറച്ച് തന്നാലോ അല്ലേ? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ CCTV കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് മിക്കവാറും വൈകുന്നേരത്തേക്ക് കിട്ടുമെന്നാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു പോസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് സെറ്റ് ചെയ്ത് ഒരു കുഴിയും കുഴിച്ച് പോസ്റ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ കറക്കാണ്. ഇത് ഒരു 2 വർഷം പറയും. കുഴിക്കട്ടതും പറയും. അത് തേക്കത്ത് പോയിക്കോ നാളെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവനൊരു കൊത്ത് കുഞ്ഞാണ്. എന്ത് ചെയ്യാനാ? ഞാൻ എന്താ പറയാ അവനോടൊക്കെ? തലച്ചോറ് നായി നക്കി കഴിഞ്ഞാൽ അത് തുടച്ചു വൃത്തിയാക്കാന്ന് വിചാരിക്കുക. പക്ഷെ തലച്ചോറ് നായി കടിച്ചോണ്ട് പോയാൽ എന്താ കാട്ടുക? ഒന്നും ചെയ്യാനില്ല, സഹിക്കുക, അല്ല എന്താ കാട്ടുക അല്ലേ? അപ്പൊ ഗായ്സ് നമ്മളൊരു ഒറ്റ മൈൻഡ് എയർപോർട്ട് കാണാൻ വന്നു. ഇപ്പൊ എയർപോർട്ടിന്റെ ആ മറ്റേ നമ്മുടെ ട്രെയിനിൽ കൂടെ പോകുമ്പോ കാണിച്ചുതരാം. അപ്പൊ ഗായ്സ് ഇത് പറഞ്ഞാല് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോ നെടുമ്പാശ്ശേരി എത്തി എന്നൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഒരു സാധനം കാണും. എന്ത്? കുറെ സോളാർ പാനലുകൾ. ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നല്ല രസമാണ്. നമുക്ക് ഭയങ്കര പീസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആൻഡ്
സന്തോഷം സമാധാനം കിട്ടും അല്ലേ? എന്താ പറയുന്നു, ഇഷ്ടം പോലെ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വന്നാൽ, അടിപൊളിയാണ്, ഉഷാറാണ്, ഹാപ്പിയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ആ റോഡ് ഒന്നുകൂടെ പോവാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ ഒരു വലിയൊരു വ്യൂവിൽ കാണിച്ചു തരാം സുഹൃത്തുക്കളെ. ഇവിടെ ക്യാമറ ഒന്നുമില്ലല്ലോ. നമ്മൾ കുറച്ച് കഴപ്പ് കാണിക്കാൻ പോകണേ. ഞാൻ ഇവിടെ ഇരിക്കുക കേട്ടോ. ഓക്കെ, തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ കാണും. വീടല്ലേ? ഓ ഗായ്സ്, നോക്കൂ, ഇതാണ് സംഭവം. നമ്മൾ പോവാണ്. ഞാൻ അവിടെ കാണുന്നതാണ് എയർപോർട്ട്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇപ്പം മഴ കാരണം ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ പോട്ടെ കേട്ടോ. ഓ വാ, ഒരു ട്രെയിൻ വന്നാൽ ഉഷാറാവൂലേ? ഒരു വണ്ടി ഒരു ആയിട്ട് അവർക്ക് വൈബില്ല സുഹൃത്തുക്കളെ. അപ്പോൾ അതൊന്നും കാണിച്ചില്ല. പോട്ടെ, പ്രശ്നമല്ല, നമുക്ക് വൈബുണ്ടല്ലോ. അതാണ് സുഹൃത്തുക്കളെ, നോക്കൂ. ഓ, ഒരു വിമാനം വരുന്നവരെ. എടാ സ്ലോ, നിർത്തി. റിവേഴ്സ് പോ. വണ്ടി ഒന്നുമില്ല, എടുത്തോ. പോട്ടെ. പോരി. കുറച്ചുകൂടെ. ഒരു സ്കൂട്ടി ഉണ്ട് അവിടെ വരെ. അതിലിക്കട്ടെ. അവിടെ ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ട് എനിക്കറിയില്ല. അവിടെ നിന്ന് ഒരു വിമാനം കട്ടിച്ചിട്ട് വരുന്നുണ്ട്. കാണില്ല. എടാ എവിടെ അത്? അതാ നിങ്ങൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. അതാണ് ഒരു വിമാനം പറഞ്ഞ് വരുന്നുണ്ട്. ഓ ഗായ്സ്, അത് ലാൻഡ് ആയതാന്ന് തോന്നുന്നു. ചെരിയനൊക്കെ ഉണ്ട്. കണ്ടിതാ. ആ ട്രാക്ക് മാറുകയാണ് സുഹൃത്തുക്കളെ. അതാണ്. എടാ, പറക്കാനുള്ളതാണോ? അത് പറക്കാനുള്ളതാണോ? പാർക്ക് ചെയ്യാൻ കൊണ്ടുപോകണ മാതിരിയുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ്. നമ്മുടെ നേരെയാണ് സുഹൃത്തുക്കളെ വരുന്നത്. അപ്പൊ പറക്കാനുള്ളത് തന്നെ. എടാ, പറക്കും. ഇത് പറക്കും. ഓ, ഇടാ, വളഞ്ഞ്. ഇനി പറക്കൂല. അതിന് പറക്കൂല. അപ്പോൾ ഇൻഡിഗോയുടെ ആയിരുന്നു സുഹൃത്തുക്കളെ, നമ്മളെ പറ്റിച്ചു. പോട്ടെ, സാറില്ല, അടുത്ത പ്രാവശ്യം. രാത്രി നൈസ് ലൈറ്റൊക്കെ ഉണ്ടാവില്ലേ സുഹൃത്തുക്കളെ? നമ്മളിങ്ങനെ അത് കണ്ടു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ ജോയിപ്പാപ്പനെ വിളിച്ചു. ജോയിപ്പാപ്പൻ വീട്ടിലുണ്ട്. നമ്മൾ ജോയിപ്പാപ്പൻ്റെ വീട് വിസിറ്റ് ചെയ്യാൻ പോകുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ദീപക്കിന് ഇടുന്ന ഫുഡിന് നമ്മൾ ഫുഡ് കഴിക്കും സുഹൃത്തുക്കളെ. റാണീനും ദീപക്കിനുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ നെടുമ്പാശ്ശേരി അല്ലേ? എന്ത് ശരി? അവിടെ എന്തോ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കണ പ്ലാന്റ് തോന്നുന്നു സുഹൃത്തുക്കളെ. ഈ വഴി നിങ്ങൾക്ക് അറിയാത്തവർ ഗൂഗിളിൽ ഒരു അമ്പലത്തിന്റെ പേരുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അമ്പലത്തിന്റെ പേരിട്ട് ഞാൻ കറക്റ്റ് ഈ വഴി തരും. ഇല്ല, നമ്മൾ ഇങ്ങനെ തെണ്ടി കിടക്കും അല്ലേ? അതെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ നല്ലവരായ ഓട്ടോ ചേട്ടന്മാരോട് വഴി ചോദിക്കുക, അവർ പറഞ്ഞു തരും. ഇതാണ് എയർപോർട്ട്. നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എയർപോർട്ട് കാണാം സുഹൃത്തുക്കളെ. ഇപ്രാവശ്യം സമയമില്ല. ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെ പോകുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ വരെ ഇങ്ങനെ ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ ഈ പരസ്യം പോലെ നമ്മുടെ പരസ്യം ചെയ്യണം അല്ലേ? വെറുതെ എൻ്റെ ഫോട്ടോ കൈ കൂപ്പി നിൽക്കണേ. ഹജ്ജ് ക്യാമ്പ് എന്താ? ഹജ്ജിന് പോണവർ നിൽക്കുന്ന സ്ഥലം ആയിരിക്കും അല്ലേ? അവിടെ നമുക്ക് ലെഫ്റ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ ജോയിപ്പാപ്പൻ്റെ റാണീൻ്റെ വീട്ടിൽ പോയി. ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി വന്നിരിക്കുകയാണ്. നമ്മൾ സൈറ്റിലേക്കുള്ളൊരു പോസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടി ഒന്ന് കഴുകി. നല്ല കാട്ട കോലമായിരുന്നു നമ്മുടെ വണ്ടി. പക്ഷെ ഇപ്പോൾ നല്ല പുത്തൻ കോലമായി, കഴുകി നല്ല സ്മൂത്താക്കി. ഇതാണ് നമ്മുടെ റെഡ് ബേർഡാണ്. ചുമന്ന പക്ഷി.
ഏത് ബ്ലോക്കിൽ നമ്മൾ ഏത് കുഴി കൂടെയും കണ്ടത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും പുഴയിൽ കൂടെ ഓടിക്കുന്ന ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. 4x4 എന്നുള്ള എമ്പളല്ല, പക്ഷെ ഓഫ് റോഡാണ് അല്ലേ? ഇതറിയുന്നു നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുക, നമ്മൾ സൂക്ഷിച്ചൊക്കെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂസ് ഇല്ലാത്തതുകൊണ്ട് കാലൊക്കെ മുറിയുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ സൂക്ഷിച്ചൊക്കെ നടക്കുക. അപ്പോൾ അതിനിതാണ് നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 2 സെറ്റപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷീറ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീറ്റ് സെലക്ട് ചെയ്യുന്നത് ആശ്രിൻ മുതലാളിയാണ്. ആശ്രിൻ മുതലാളി അപ്പോൾ നമ്മൾ ഷീറ്റ് സെലക്ട് ചെയ്യണു. അപ്പോൾ ലംബമാണെന്നാണ് ആശ്രിൻ പറയണത്. അപ്പം നമുക്ക് ലംബ തപ്പാണ്. പിന്നെ ഞാൻ ഒരു സേഫ്റ്റിക്ക് എന്നുള്ള പറയണേ അപ്പോൾ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഷൂസ് ഇട്ട് വേണം നടക്കാൻ. കാരണം ഷൂസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയാതെ വല്ല ഇരുമ്പിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കാലിട്ട് കീറിപ്പോ സുഹൃത്തുക്കളെ. എനിക്ക് പലവട്ട അനുഭവം ഉള്ളതുകൊണ്ടാണ് എനിക്ക് പറയണത്. എൻ്റെ വിരലുകൾ ഇങ്ങനെ കോച്ച് പിടിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ മുറിഞ്ഞ് പരിചയമുള്ളതുകൊണ്ടാണ് സുഹൃത്തുക്കളെ. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോവാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇവിടെ കുറ്റി റെഡിയായി. നമ്മൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഈ ബ്ലോക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ തട്ട് റെഡിയാണ്. ഇവിടെ ഇങ്ങനെ തട്ട് കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. പി 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 ബൈക്കല്ലേ ഇത്ര മതി. പറയണ്ടേ? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെ പറഞ്ഞിട്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാനിപ്പോൾ വൈപ്പിലുള്ള എൻ്റെ അമ്മയുടെ ഫാമിലിയിൽപ്പെട്ട കുടുംബക്കാരെയും കസിൻസിനെയൊക്കെ കാണാനിറങ്ങിയതാണ്. ഇവരൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യണമൊക്കെ വ്ളോഗിൽ വരുന്നതാണ് സുഹൃത്തുക്കളെ. ചായ കുടിക്കുകയാണ്, കാണാം. നമ്മൾ സന്ദേശിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബെല്ലാരി നമ്മൾ വെറുതെ പിടിക്കില്ല, സ്വന്തമായിട്ട് രാജമണിക്കത്തിലെ പോലെ 10-15 പോത്തിട്ട് സുഹൃത്തുക്കളെ. രാത്രി നമുക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷേ രാത്രിൻ്റെ കളറും പോത്തിൻ്റെ കളറും സെയിം ആയിട്ടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ അവതാരിക ദ കിങ് ദ ക്യൂൻ ഇതിപ്പം ഉള്ളിലേക്ക് വരും. എൻട്രി 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 എൻട്രി. താങ്ക് യു. എനിക്കൊരു മഞ്ച് കിട്ടി സുഹൃത്തുക്കളെ. ആ വ്ളോഗാണ്. പറ ഞാൻ വ്ളോഗിലാണ് എന്തെങ്കിലും പറ. ഫാമിലി ഷോ ഇടക്കൊക്കെ കാണുള്ളൂ. വന്ന് ഇന്ന് എന്താണ് പരിപാടി ഞങ്ങൾക്ക് ഇനി കുറച്ച് തീരുമാനിക്കാനുണ്ട്. അതെ, ഞങ്ങളെ പ്ലാനിങ്ങിനെ പറ്റി തീരുമാനിച്ചിട്ട് സെറ്റാക്കിയിട്ട് റെഡിയാക്കുന്ന സുഹൃത്തുക്കളെ. അവിടെ പിള്ളേര് സന്ദേശം എന്താ പറയാനുള്ളത്? സന്ദേശം മഞ്ഞ ടേസ്റ്റ് ആണ്. പല്ലിന്റെ ക്ലോസപ്പ് ഇട്ടി. അത്രേ ഉള്ളൂ. സന്ദേശം എന്നോട് ഇച്ചി എനിക്ക് മഞ്ചൊന്നുമില്ല. അപ്പോ സഹയുടെ കോട്ട് ലോക്കായെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിവിടെ ഒരു എന്താ പ്രേതം ഒരു ആത്മാവിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആത്മാവിനെ തപ്പി ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പോലെ പറയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ചെളിയുണ്ട്. ചെളി ഇങ്ങനെ ഇങ്ങനെ പ്രേതം ചേച്ചി, പ്രേതം ചേട്ടാ. ഓ, ഈ പട്ടി മരിച്ചോ? ബാബാ എവിടെയായിട്ടാ? ബാ. ഓ, നിങ്ങൾ പ്രേതത്തെ പേടിച്ചിരിക്കുകയാണോ? ബാ, കണ്ടിട്ട് വരാം. ഈ വെള്ളമാണല്ലോ ഇവിടെ ആകെ. വെള്ളം. അയ്യോ, കീറിൻ്റെ വെള്ളമാണ് ഇവിടെ ആകെ. ഏത് റൂമാ? ബാ.
മച്ചാനെ ആ റൂമല്ലേ ഇവിടെ ഇവിടെ എന്നാ ഇവിടെ ഇവിടെ എവിടെയാ ഇവിടെ എവിടെ റൂമ്? ഇത് ആക്ച്വലി റൂമാണ്. ആ ഇവിടെ ഉണ്ട് ആള്. അങ്ങനെ ഡി നമുക്ക് അവിടെ നോക്കണ്ട്. ആ ബാ. ഹായ് ഹലോ ഒരു ഹായ് തരുമോ? ഹായ് ഹായ്. ഇവിടെ വീഡിയോയിലൂടെ പെടുവോ? ആക്ച്വലി സൗണ്ട് വന്നെന്നാണ് പറഞ്ഞത് കേട്ടത് 2 ദിവസം. മതിയോ? എന്തായാലും നമ്മൾ നോക്കിയിട്ട് ആരെയും കണ്ടില്ല guys. ഞങ്ങളിവിടെ ആരെയും കണ്ടിട്ടില്ല. ഇനി പുറകെ കൂടെ ഒന്ന് പിടിക്കുക നോക്കട്ടെ. തിരിഞ്ഞിക്ക് വന്നില്ല. നാണം കെടുത്തരുത്തിട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ വന്നിട്ട് ആ പട്ടി വച്ചുണ്ടാക്കിയായിരിക്കും. മക്കളെ സത്യം പറ, നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾക്കാണ് ഇവരെ പോലുള്ള ആൾക്കാരെ പെട്ടെന്ന് കാണാൻ പറ്റുക. കണ്ടോ? ഇല്ലാന്ന്. അപ്പോൾ ബൈ ബൈ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പം എല്ലാവരും സെറ്റാണ്. ഇപ്പോൾ സമയം 12:08 സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. ബർത്ത്ഡേ പോയി അവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓ 1 അല്ല 2 അല്ല 2 കേക്കുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓ വാവ്. ഒന്ന് ചിരിച്ചാ ചിരി ഏ ഒന്ന് ചിരിച്ചാ. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് കേക്ക് വെട്ടാൻ പോവാണ്. വെട്ടെത്തിയാടെ മെഴുതിരിയൊന്നുമില്ല. മെഴുതിരിയൊക്കെ ആവശ്യമില്ലാത്ത അലോകം കണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇങ്ങനെ കൈ പിടിക്കുക. അലോക അപ്പൊ പാട്ട് പാടും. അപ്പൊ ഞെട്ടി എണീക്കും. പിടിച്ചോ പൊക്ക് Happy birthday to you. Happy birthday to you. Happy birthday to Papa. Happy birthday to you. No food. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday 7. ഇങ്ങനെ എടുക്കണല്ലോ. സഹോ ആ ഇനി അടുത്ത് കൊടുക്ക്. അത് വാങ്ങ വെട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒറ്റ വെട്ട്. അപ്പോൾ ഗൈസ് നമ്മളെ കേക്ക് മുറി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കേക്ക് കഴിഞ്ഞു. നമ്മൾ അടുത്തതായിട്ടുള്ള പരിപാടി പറഞ്ഞാൽ കഥ പറച്ചിലാണ്. അപ്പോൾ കഥ നമ്മൾ പറയും. കഥ പറഞ്ഞതിന് ശേഷം ഉറങ്ങിയ ശേഷം നാളത്തെ കാര്യങ്ങളായിരിക്കും ബാക്കി വരിക. എൻ്റെ ഇടയിൽ വെറൈറ്റി എന്തെങ്കിലും നമ്മൾ കയറ്റും. ഇന്നൊക്കെ പറയാനുള്ളത് ശുഭദിനം. ഇന്ന് നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാൻ ഹാപ്പി ബർത്ത്ഡേ. ചേച്ചി സഹായിക്ക് എന്താ പറയാനുള്ളത്? പീസ്. ഇറച്ചി പീസ്.
ആന്റിക്ക് എന്താ പറയാളെ? ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? പിന്നെ സീരിയസ്ലി അങ്ങനെ പറയല്ലേ. അതൊന്ന് പറഞ്ഞ പോസ്റ്റ് ചെയ്യല്ലേന്ന്. ഇതൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. അലോകിന്റെ വ്ളോഗ്. നിങ്ങൾക്ക് അലോകിന്റെ വ്ളോഗ് പറഞ്ഞാൽ വെറൈറ്റി ഓൺലി. ഹലോ ഗായ്സ്, അപ്പം നമ്മള് ഇന്നലെ നമ്മള് ഇവിടെ വന്നു. പക്ഷെ ഫോൺ ഞാൻ വെച്ചിട്ട് വേറെ വഴിക്ക് പോയി സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ രാത്രി നമ്മളവിടെ സാബുശേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു സുഹൃത്തുക്കളെ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ബിന്ദാൻ്റിയുടെ വീട്ടിലാണുള്ളത്. ബിന്ദാൻ്റെ വീട്ടിൽ ബിന്ദാൻ്റെ ഒരു ഹായ് പറയോ? ഹായ് പറ. ആ ചിരിക്ക് കിട്ടും 10 ലൈക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ബിന്ദാൻ്റെ ചിരിക്ക് നിങ്ങളൊരു 10 ലൈക്ക് തരണം. ഷീജാമത് അവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളെ ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടുന്ന് പോകുന്നതാണ് സുഹൃത്തുക്കളെ. അതുവരെ എന്തൊക്കെ ഞാൻ അവിടെ പെടുത്താൻ പറ്റുമോ അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. നിനക്കെന്താ പറയാനുള്ളത്? എന്നാലും പറ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറ. അത് മാത്രമേ ഉള്ളൂ. കുഞ്ഞ്, നീ ഡാൻസ് കളിച്ചു കൊടുക്കുമോ? ഒരു ഡാൻസ് കളിക്കുമോ? നാണം വന്നു. കരാട്ട. എന്നാ കരാട്ട കാണിച്ചോ. എയ്ഡു നീല നിലവെ വെച്ചാൽ പാട്ട് കളിക്കാമെന്നാണ് അവള് പറയുന്നത്. ഇതാണ് നമ്മുടെ പിക്കു. എന്തോ എന്നാ കുഞ്ഞേ ഉണ്ടോ? അവള് പിക്കുവിനെ ഞെട്ടിക്കുവാ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് എത്ര പേരെന്താണ്? വൈപ്പിൻ എളകുന്നപ്പുഴ. ഇതൊക്കെ നമ്മുടെ കാത്തുള്ളിൽ ഫാമിലിയാണ്. ഇവിടെ ഇത് ചുറ്റും ഇത് നമ്മുടെ കാത്തുള്ളിൽ കോളനിയാണ്. ഇത് കാത്തുള്ളിൽ കോളനി. അത് നമ്മുടെ വീട്, അത് നമ്മുടെ വീട്, ഇത് നമ്മുടെ വീട്, ഇത് നമ്മുടെ വീട്, അത് നമ്മുടെ വീട്, എൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ വീട്. പിന്നെ അപ്പുറത്ത് വേറെ കുറെ വീടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ദിവസം ഇവിടെ ആയിരുന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം പോകുന്നതാണ്. സെറ്റാണ്. ഹലോ ഗായ്സ്, ഇവിടെ കൊച്ചിൻ നഗരസഭ കൊതുകിന് വേണ്ടി ഒന്നും ചെയ്യണില്ല. അതുകൊണ്ട് അലോക് ഈ 4-5 വീടുകൾക്ക് വേണ്ടി ഇവിടെ പുകയ്ക്കുകയാണ് സുഹൃത്തുക്കളെ. പുകയ്ക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുള്ളൂ. പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കാൻ പാടില്ല. ഓൺലി ആവശ്യമില്ലാത്ത പേപ്പറുകൾ. പ്രകൃതിനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നാച്ചുറലായിട്ടാണ് കത്തിക്കുന്നത്. നാച്ചുറലാണ്. എല്ലാരും കണ്ടുപിടിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിക്കാം. നമ്മൾ അടുത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി. ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് പോകുന്നത്. വീശാ പോരെ. മുടിയത്തി പോലെ അപ്പൊ നമ്മളിത് ഇങ്ങനെ കൊണ്ടുവരണം. സൂപ്പർല്ലേ? ഓ എങ്ങനെയുണ്ട്? ഇവിടെ
കൊതുകളെവിടെ? അമ്പലത്തിൽ നിന്ന് ശാന്തിയോ അരെ സമീ കൊതുകിനെ കൊണ്ട് മയക്കാം. കൊതുകളെ കൊതുകിന്റെ അന്ത്യോണെന്ന്. എന്താണിത്? കുറച്ചേരം കഴിയുമ്പോ നോക്കട്ടെ കൊതുകൊക്കെ ചാകണ്ടാവും. വീട് എത്തിക്കാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ റീനാമേന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പ്ലീസ് ഞാൻ തുടങ്ങിയില്ലേ? വീഡിയോ ഓപ്പണാ. നിക്ക് ഗൈസ് ഞാൻ മുമ്പിൽ പോട്ടെ, എനിക്ക് പേടിയാണ്. ഇത് നമ്മുടെ വീടല്ല, റീനാമ്മയുടെ വീട്. ഗേറ്റ് തുറക്കണേ. ഒരു ഒറാങ്കുട്ടത്തി പൊക്കത്തിരിപ്പുണ്ട്. ചെരിപ്പക്കൂരിടോ. ബേബി ആൻറ്റി വ്ലോഗ് എടുക്കണേ. സുനി കണ്ടോ കളേഴ്സൊക്കെ കണ്ടോ? സീനാണ്. കണ്ട സുഖല്ലേ ഗൈസ്? ഇതിന്റെ പ്ലേറ്റ്, ഇത് കഴിച്ച കറികൾ, ചോറ്, ഡെസേർട്ട് എവിടെ? ഡെസേർട്ട് വേറെ ഡെസേർട്ട് ഞാൻ കഴിച്ചു കേട്ടോ. എന്തിന് പറഞ്ഞേ? എന്നോട് എന്തിനു പറ? ഒരു ഹായ് പറ. ഇത് നമ്മുടെ ക്യാമറാമാനാണ് കുഞ്ഞേ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ രാത്രി ഇവിടുന്ന് യാത്ര പറയാണ്. എല്ലാവരും ടാറ്റ പറയാം. അലോക്ക് പോവാണ് സുഹൃത്തുക്കളെ. അപ്പം ഇത് പേര് പറ. അപ്പൊ ഒരു 3 നേരോട് ഞാൻ യാത്ര പറഞ്ഞു. ടാറ്റ. ഞാൻ അടുത്ത ആൾക്കാരോട് നമ്മൾ പറയാൻ പോവാണ് യാത്ര. ബൈ ബൈ. ഇനി അടുത്തത് അവരാരും ഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കളെ. ടാറ്റ. ഓടി ഓടി മാറാ മാറാ മാറി മാറി മാറാ. ഞാൻ പോയിക്കോളാം. അപ്പോൾ ഗായ്സ് ഞാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരോടും ഞാൻ ടാറ്റ പറയാൻ പോവാണ്. പേര് പറ. അപ്പോൾ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ പോവാണ്. ഞങ്ങളുണ്ട്, കാണാം. എന്തിനും യാത്ര എന്തിനും പറയാനുണ്ടോ എന്നോട് അവസാനമായിട്ട്? പഠിച്ച് ഹലോ ഗായ്സ്, അങ്ങനെ എറണാകുളത്തെ എല്ലാ കറക്കം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു പെട്ടെന്നുള്ളൊരു പ്ലാൻ ചേഞ്ച് ആണ്. അതായത് ഞാൻ തിരൂരിക്ക് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിന്ന സമയത്ത്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങണ നേരത്താണ് മെസ്സേജ് വന്ന് 2 ദിവസത്തേക്ക് ലീവാണെന്ന്. എനിക്കറിയാം നേരത്തെ വന്നേരത്തെ ഞാൻ അവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്തേനെ. പക്ഷെ ഇവിടെ എത്തിയിട്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ 2 ദിവസം ഞാൻ വീട്ടിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരൂരിലേക്ക് തിരിച്ചു പോകുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുവരെ ചെയ്ത സാധനങ്ങൾ, കട്ടിങ്സ് ഒക്കെ പെടുത്തിയ ഒരു വ്ളോഗാണിത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.